ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വില്ലകളുള്ള നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 700 മീറ്ററുമാണ് വരുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വില്ല പ്രൊജക്റ്റിലെ ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വില്ല തന്നെയാണ് ഈ വീട്. മനോഹരമായി ഡിസൈൻ ചെയ്ത് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ബൈക്കും മറ്റുമുള്ളവർക്ക് അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. കടപ്പാക്കല്ലുകൾ വിരിച്ച് മനോഹരമായി തന്നെയാണ് വീടിൻ്റെ മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 4-5 പേർക്കൊക്കെ സുഖമായി ഇരിക്കാവുന്നത്ര വലിപ്പമുള്ള ഗ്രാനൈറ്റിൽ തീർത്തൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മഹാഗണി മരത്തിൽ നല്ല ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്തൊരു മെയിൻ ഡോർ നമുക്കിവിടെ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റ് തന്നെയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നൽകിയിരിക്കുന്നത്. വിൻഡോസ് എല്ലാം പാനൽ വർക്ക് ചെയ്ത് ഭംഗിയൊക്കെ തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിനി കടന്നെല്ലാം പോകുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോഴുള്ള മനോഹരമായൊരു മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സൗകര്യം ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയിലും നല്ലൊരു സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും നിറയെ സ്റ്റോറേജ് ഒക്കെ ആയി വളരെ ഭംഗിയാക്കി തന്നെ ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നുകയല്ല. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടിന്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന് പുറമെ കസ്റ്റമർക്ക് ആവശ്യമെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയ ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നുകയല്ലാം. ഏകദേശം 11 അടി നീളവും 11 അടി വീതിയുമുള്ള ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള 2 ജനലുകൾ ഇരുവശങ്ങളിലായി ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായ സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ തീർത്തൊരു ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. അപ്പർ ലിവിംഗ് ഏരിയയിലും ഒരു സോഫ സെറ്റൊക്കെ ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വുഡൻ ഫിനിഷ് വരുന്ന മാറ്റ് ടൈലുകൾ യൂസ് ചെയ്താണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിനോട് കൂടെ തന്നെ ഷീറ്റ് ഉപയോഗിക്കാതെ വാർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയാക്കി തന്നെ ഈ റൂമിലും പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്.
നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഒരു ടീക്വുഡ് ഫിനിഷ് വരുന്ന മൈക്കയൊക്കെ യൂസ് ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അല്പം നീളമേറിയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഈ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ലഭ്യമാകുന്നത്. ബാൽക്കണി മുഴുവനായി തന്നെ GI ട്യൂബ് കൊണ്ട് ഹാൻഡ് റെയിൽ നിർമ്മിച്ച് സേഫാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് നമുക്ക് ഈ വീടിന്റെ ബാൽക്കണിയിലും കാണാനാവുന്നുണ്ട്. ഈ ബഡ്ജറ്റ് വില്ലയുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില വെറും 57 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.